ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. ഇന്ന് ഞാനും അമ്മയിലേയും കൂടെ അഖണ്ഡനാമത്തിന് പോകാൻ കേട്ടോ. മലപ്പുറം ജില്ലയിൽ മേൽമുറി എന്ന സ്ഥലത്ത് ധന്വന്തരി ക്ഷേത്രത്തിലാണ് കേട്ടോ ഈ അഖണ്ഡനാമം നടക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ അഖണ്ഡനാമ യാത്ര കൂടെയാണ്. ലിയോ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ലിയോയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ പോകാമെന്നൊക്കെ പറയുന്നത്. അവൻ ഓരോ യാത്രകളും എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു ചെറിയ കടയുണ്ട് കേട്ടോ. ആ കടയിലെ കാക്കും ലിയോ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ലിയോൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ അവരോട് സംസാരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിതാ ഇന്ന് ഓട്ടോയിൽ പോകണം അങ്ങടിക്കുന്ന വിചാരിച്ചിരുന്നത്. പക്ഷേ ഓട്ടോ ഒന്നും കിട്ടാത്തതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ലിയോനോട് ഇതാ ക്യാമറയ്ക്ക് നോക്കാൻ പറഞ്ഞിട്ട് അവൻ നോക്കുന്നില്ല കേട്ടോ. അവന് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ട്. തുടക്കത്തിലൊക്കെ അവൻ നന്നായിട്ട് നോക്കിയെങ്കിലും പിന്നെ അവന് ബോറടിച്ചു തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാട്ടോ അങ്ങാടിയിലോട്ട് പോയത്. അങ്ങനെ ലിയോ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ 4 ഭാഗവും. അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓട്ടോയിൽ പോകാമെന്നൊക്കെ പറയുന്നത്. അങ്ങാടിയിട്ട് ഇറങ്ങുമ്പോൾ കുറേ വണ്ടികളും കടകളൊക്കെ കാണാമല്ലോ. അതവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിന്ന് ബസ്സിലാട്ടോ പോകുന്നത്. ആദ്യമായിട്ടാണ് ലിയോ ബസ്സിൽ കയറുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലിയോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവൻ 4 ഭാഗവും നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ലിയോ ആദ്യമായിട്ട് ബസ്സിൽ കയറിയതിൻ്റെ ആഹ്ലാദപ്രകടനം കേട്ടോ നമ്മൾ കേട്ടത്. അവനറിയുള്ളത് ബസ്സാണ്, വേറെ ആൾക്കാർ നിന്നൊന്നും. അവനതൊന്നും മൈൻഡാക്കിയിട്ടില്ല. അവൻ മാക്സിമം എൻജോയ് ചെയ്ത് കൂക്കി ആർത്ത് വിളിച്ചാട്ടോ പോയത്. ഞങ്ങളൊരു 11 മണി 11:30 ടൈമിലാട്ടോ പോയത്. ആ ടൈം ആകുമ്പോൾ ബസ്സിലുള്ള തിരക്കൊന്നും കാണില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ലിയോനും കൊണ്ടുപോകാൻ നല്ല സുഖമാണല്ലോ വിചാരിച്ചിട്ടോ ആ ടൈമിൽ പോയത്. അങ്ങനെ ലിയോക്ക് ഈ പേഴ്സ് കിട്ടിയാൽ മതി കേട്ടോ. ഈ അമ്മേൻ്റെ ഈ പേഴ്സ് കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാണ്. ഇത് കിട്ടിയ പിന്നെ നമുക്ക് തരുമൊന്നും ചെയ്യൂല. അത് വെച്ച് കളിക്കും കേട്ടോ. നിലത്ത് വെക്കും കൂടെ ഇല്ല. വാങ്ങിയാലോ ഭയങ്കര കരച്ചിലോ ആവേ. അങ്ങനത്തെ ഞങ്ങളവിടെ ബസ് ഇറങ്ങി. അങ്ങനെ കുറച്ച് നടക്കാനുണ്ടായിരുന്നേ. കുറച്ച് നടന്നപ്പോഴേക്കും അവിടെ എത്തിയേ. അങ്ങനെ ലിയോനെ കണ്ടപ്പോഴേക്കും കുറച്ച് കുട്ടികളൊക്കെ വന്ന് അവനെ കൊഞ്ചിക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിലും ചെറിയ കുട്ടികളെ കാണുമ്പോഴേക്കും എല്ലാവരും വന്ന് വർത്തമാനം പറയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പരിപാടി കണ്ടു നിന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ആകുമ്പോഴായിരിക്കും നല്ല തിരക്ക്. അത് കഴിഞ്ഞത് അതൊരു കസിനാണ്. അപ്പോൾ അവൾ ലിയോയ്ക്ക് ഓരോ സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ വേണ്ടി കടയിലേക്ക് പോയതായിരുന്നേ. അപ്പോൾ അവന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു. അവനാണെങ്കിൽ എല്ലാം ഇഷ്ടപ്പെട്ടു. അവനത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഇതാണ് അവൾ അവന് വാങ്ങിക്കൊടുത്തത്. ഇത് കിട്ടിയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നേ. അവനത് കിട്ടിയപ്പോൾ നിലത്തൊന്നും വെക്കാതെ കൈ പിടിച്ച് നടക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. അവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടും പ്ലേറ്റൊക്കെ കിട്ടിയേ. ഇവിടുത്തെ സദ്യ അടിപൊളിയാട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ അഖണ്ഡത്തിന് വരാൻ വേറൊരു റീസണും കൂടി ഉണ്ട്. അത് ഇവിടുത്തെ സദ്യയാണേ. എല്ലാ വിഭവങ്ങളും അടങ്ങിയ സദ്യയാവേ. അതുപോലെ പായസവും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അഖണ്ഡത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ലിയോന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമായിരുന്നേ. ഈ പ്രാവശ്യം ലിയോനും കൊണ്ട് വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ ഇരിക്കാൻ പോയ. നല്ല തിരക്കുണ്ടായിരുന്നെങ്കിൽ സീറ്റ് കിട്ടിയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വരിയിലൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് മേടിച്ച് ഇതിന് സദ്യക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനത്തെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് അമ്പലക്കുളത്തിൻ്റെ അടുത്ത് പോയതായിരുന്നേ. അപ്പോൾ ഇതാ കുറേ കുഞ്ഞു സമയം വന്ന് ലിയോനെ കളിപ്പിക്കുകയായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു മാളികപ്പുറം ഉണ്ടായിരുന്നേ. പക്ഷെ അവന് ഭയങ്കര കുറുമ്പിലും വികൃതിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു സമയം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ലിയോൻ്റെ കളിപ്പാട്ടൊക്കെ പിടിച്ച് കാണിച്ചെടുത്തപ്പോൾ ലിയോ നന്നായിട്ട് പോസ്റ്റ് ചെയ്തു കേട്ടോ എല്ലാത്തിനും. അങ്ങനത്തെ ഞാനും ലിയോയും അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയതായിരുന്നേ. അങ്ങനെ ഞാൻ എൻ്റെ കാലൊക്കെ കഴുകിയിട്ടോ. ലിയോ ആദ്യമായിട്ടാണ് ഈ കുളമൊക്കെ ഒന്ന് കാണുന്നത്. അങ്ങനെ വീണ്ടും ലിയോയ്ക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കുറേ വാങ്ങിയിട്ടോ. ലിയോൻ്റെ പാപ്പന്മാർ അവന് ഇഷ്ടമാതിരി കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കൊടുത്തിരുന്നേ. അങ്ങനെ ഒരു പച്ച തത്തമ്മേനെ വാങ്ങിയിരുന്നേ. അത് ലിയോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അതിൻ്റെ കളർ നന്നായിട്ട് ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് തിരിച്ചു കൊടുത്തേ. ഇത്രയൊക്കെ കളിപ്പാട്ടം കിട്ടിയാലും ലിയോയ്ക്ക് വേണ്ടത് അമ്മേൻ്റെ ഈ പേഴ്സാട്ടോ. അതിന് ഭയങ്കരമായിട്ട് കുറുമ്പ് കാണിക്കായിരുന്നേ. ലിയോയ്ക്ക് നല്ലൊരു ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ വാശിയും കുറുമ്പൊക്കെ അവൻ നന്നായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. കളിപ്പാട്ടായിട്ട് കളിക്കുന്ന വേറെ ആരുമല്ല കേട്ടോ, ലിഹയുടെ മുത്തശ്ശിയാണ്. അല്ലെങ്കിലും ചില സാധനങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ പ്രായം മാർക്കെന്ന് പറയുന്നത് എത്ര ശരിയാലേ. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നേരം കൂടി അഖണ്ഡനാമം കണ്ടു നിന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നന്നായിട്ട് വൈകി പോയാൽ ബസ്സിൽ നല്ല തിരക്കാവുമല്ലോ. ലിയോനെ കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാവില്ല വെച്ചാൽ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇത് ഇറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീം വണ്ടി കണ്ടേ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചപ്പോഴേക്കും ഇതാ ലിയോ നല്ല ഉറക്കമായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴേക്കും ലിയോയ്ക്ക് ഭയങ്കര വാശിയും കുറുമ്പൊക്കെ ആയിരുന്നു. ആരടുത്തേക്കും പോകുന്നൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവൻ കരഞ്ഞ് തളർന്ന് ഉറങ്ങിയതാട്ടോ. അങ്ങനെ ഇതാ പുറത്തെത്തിയപ്പോൾ നല്ല പൊരിയും ശർക്കര മിഠായും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കുറേശ്ശെ അതൊക്കെ വാങ്ങിയിട്ടോ. ഇതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ബ്രൗൺ കളറാട്ടോ. എല്ലാം രസമാണ്. എന്നാലും ഞങ്ങളെല്ലാം കുറേശ്ശെ വാങ്ങിയേ. അങ്ങനെ ബസ് വന്നപ്പോൾ ബസ് നന്നായിട്ട് ലേറ്റായിട്ടാട്ടോ വന്നത്. അങ്ങനെ ബസ് വന്ന് ഞങ്ങളിതാ ലിയോൻ്റെ കളിപ്പാട്ടങ്ങളും എല്ലാതും അതിലാട്ടോ കൊണ്ടുപോയേ. അപ്പോഴും ലിയോ നല്ല ഉറക്കമായിരുന്നേ. പാവം നല്ലോണം കരഞ്ഞ് തളർന്നാട്ടോ ഉറങ്ങിയേ. അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങാടി എത്തി ഇറങ്ങിയപ്പോഴും ലിയോ ഉണർന്നിരുന്നു കേട്ടോ. അപ്പോൾ ലിയോ 4 ഭാഗം നന്നായിട്ട് നോക്കി. അവൻ ഉറങ്ങിയപ്പോൾ ഇവിടെ അല്ലായിരുന്നല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവനെ അച്ചച്ചനെ കാണാൻ അച്ചച്ചൻ്റെ ടൈലർ ഷോപ്പിലേക്ക് പോയിട്ടോ. അപ്പോഴേക്ക് ലിയോ നല്ല ഹാപ്പി ആൻഡ് കൂളായിരുന്നേ. അവൻ ചിരിച്ച് കളിച്ച് എന്തൊക്കെ അവൻ്റെ ഭാഷയിൽ പറയുന്നുണ്ടായിരുന്നു.
അങ്ങനെ ദാ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഓട്ടോയിലാണേ വീട്ടിലോട്ട് പോയത്. അപ്പോഴേക്കും ലിയോയ്ക്ക് നന്നായിട്ട് ചടച്ചിട്ടുണ്ടായിരുന്നേ, കാരണം യാത്ര അവസാനിച്ചല്ലോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ദാ ലിയോയ്ക്ക് വാങ്ങിയ എല്ലാ കളിപ്പാട്ടങ്ങളും ഞാൻ അവരെ നിരത്തി കാണിച്ചു കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ അവരത് ആദ്യമായിട്ട് കാണുന്ന പോലെ കേട്ടോ എല്ലാം നോക്കി കാണുന്നത്, കാരണം അവിടെ നിന്ന് ഭയങ്കര കുറുമ്പും വാശിയൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ദാ ലിയോയ്ക്ക് വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെണ്ടയാണ്. അപ്പോൾ ചെണ്ട ഇങ്ങനെ കൊട്ടുന്ന ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ തന്നെ ദാ ചെണ്ടക്കോല് അപ്പുറം ഇപ്പുറം ഒക്കെ പിടിച്ച് കൊട്ടുന്നുണ്ടായിരുന്നേ. ലിയോ ചെണ്ട കൊട്ടുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് ഇതിൽ ആദ്യം എക്സ്പീരിയൻസ് ഉള്ളതുപോലെ കേട്ടോ. അങ്ങനെ ദാ ലിയോയ്ക്ക് കിട്ടിയ കളിപ്പാട്ടങ്ങൾ വെച്ച് ലിയോ നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നേ. ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.